ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിലെ ചെറിയ അടുക്കള പണിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ രാവിലത്തെ ചായയുടെ പണിയിലാണ്. ചായയൊക്കെ അടുപ്പത്ത് വെച്ച് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടിയപ്പമാണ് ഇന്നത്തെ ചായയുടെ കടി. ഇടിയപ്പം കടലക്കറിയാണ്. അപ്പോൾ ഗ്യാസ് തീർന്നത് കൊണ്ട് ഇടിയപ്പമൊക്കെ കരണ്ടടുപ്പയിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം റെഡിയാക്കുകയാണ്. പിന്നെ കുക്കറിൽ കടല അടുപ്പത്ത് വയ്ക്കണം. ഇത്രയും കടല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടല ഒലത്താനുണ്ട്. പിന്നെ ഇച്ചിരി കറി വയ്ക്കണം. ഒലത്തിയതാണ് ഇവിടെ മെയിനായിട്ട് ഓടുന്നത്. അതുകൊണ്ട് കുറച്ച് ഇടിയപ്പത്തിന് കറി വേണം. എന്നാലും കടല ഒലത്തിയത് എപ്പോൾ കിട്ടിയാലും കഴിക്കും. അപ്പോൾ കടലയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ തീ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ വാങ്ങി ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പുളുങ്കുരു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുളുങ്കുരു ആദ്യം വറുത്തെടുത്തിട്ട് ബാക്കി കാര്യത്തിലേക്ക് മാറാം. അല്ലെങ്കിൽ പിന്നെയും ചട്ടി അടുപ്പത്ത് വെക്കേണ്ട വരും കഴുകി കഴിഞ്ഞിട്ട്. അപ്പോൾ പുളുങ്കുരുയുടെ വറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചട്ടി കഴുകിയെടുത്ത് നമുക്ക് ഇനി അടുത്തത് കടല ഒലത്താൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ളി മുളകിടിച്ചിട്ടാണ് ഞാൻ കടല ഒലത്തുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഈ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വ്യൂസൊക്കെ കുറവാണ്. എല്ലാവർക്കും കുറവാണല്ലോ. എക്സാമൊക്കെ കഴിയണമായിരിക്കും. അപ്പോൾ അടുത്ത കടലയൊക്കെ ഒലത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാറാക്കാം എന്ന് വിചാരിച്ചു. കടലക്കറി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ചാറ് മതി. അപ്പം അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ. അതുവരേക്കും അസ്സലാമലൈക്കും.